ഹലോ മക്കളെ, ആർക്കനെക്സിൽ നിന്ന് നന്ദു സാറാണ്. നമ്മുടെ ഏറ്റവും വലിയ ചാപ്റ്ററായ ഹിസ്റ്ററിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട 3 അഗ്രിമെന്റ് ഇതാ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളിലേക്ക് എത്തുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. 3 അഗ്രിമെന്റ് ആണ്: സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ്, ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ആൻഡ് മെർജർ അഗ്രിമെന്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 1947 ഓഗസ്റ്റ് മാസം 15 നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒപ്പുവെച്ച 3 അഗ്രിമെന്റുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ, എങ്ങനെയാണോ പണ്ട് ഇന്ത്യ നിന്നത് അതേപോലെ നിൽക്കട്ടെ എന്ന് വെച്ചാൽ, പണ്ട് നമ്മളെ ഭരിച്ചത് ആരടാ? നാട്ടുരാജാക്കന്മാരാ. ഈ നാട്ടുരാജാക്കന്മാർ തന്നെ തുടരട്ടെ, അതേപോലെ തന്നെ തുടരട്ടെ എന്ന് പറയുന്ന അഗ്രിമെന്റ് ആണ് സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ്. തൊട്ടടുത്ത് നോക്കിക്കോ മക്കളെ, ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ അല്ലെ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ പോകാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ യൂണിയനിൽ പോവാം, അല്ലെങ്കിൽ ടു ബി ഇൻഡിപെൻഡന്റ്. സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോനൊക്കെ നിങ്ങൾ ആലോചിച്ച് വെച്ചോളൂ. പക്ഷെ ഇവിടെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നെങ്കിൽ ഇന്ത്യയിലേക്ക് പോവാം, അല്ലെ പാകിസ്ഥാനിലേക്ക് പോവാം, അല്ലെങ്കിൽ ടു ബി ഇൻഡിപെൻഡന്റ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമായി നിൽക്കാം. അങ്ങനെ പറയുന്ന ഒരു സ്വാതന്ത്ര്യം കൊടുത്ത ഒരു അഗ്രിമെന്റ് ആണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറയും. ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ. ഏറ്റവും ലാസ്റ്റ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ മെർജർ അഗ്രിമെന്റ് ആണ്. മെർജർ അഗ്രിമെന്റിൽ ഇന്ത്യൻ യൂണിയൻ നിർമ്മിച്ചു. പിന്നെ മക്കൾ അതിന്റെ അകത്ത് വർത്താനൊന്നുമില്ല. ഇന്ത്യയിലുള്ള എല്ലാവരും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ്. അവിടെ പാകിസ്ഥാനിലെ വേറെ ഒന്നുമില്ല. ഇന്ത്യയിലുള്ള എല്ലാവരും ഒരു ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ്. അങ്ങനെ അതീവ ഗംഭീരമായിട്ടുള്ള ഒരു ഇന്ത്യ ഈ 3 അഗ്രിമെന്റിലൂടെ രൂപീകരിച്ചു. വളരെ പെട്ടെന്ന്, വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ.